കുറച്ച് സമയം ഈശ്വർ മൽപ്പയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കിട്ടിയിട്ടുള്ളൂ. ഇനിയും കൂടുതൽ സമയവും സൗകര്യങ്ങളും ആളുകളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈശ്വർ മൽപ്പൻ്റെ മുകളിൽ നമുക്ക് 100% വിശ്വാസമുണ്ട്. ഈ ഈശ്വർ മൽപ്പനെയാണ് ഇത്രയും ദിവസം ഇവർ ഉൾപ്പെടുത്താതെ നിന്നത്. ഇന്ന് തന്നെ ഈശ്വർ മൽപ്പനെ എങ്ങനെയാണ് നമ്മളെ സ്വന്തം ഇതിൽ കൂട്ടിക്കൊണ്ടുവന്ന് രാവിലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്താക്കുകയാണ് 6 മണിക്ക് ഈ വെള്ളത്തിൽ ഇറക്കുകയാണ്. ആ മനുഷ്യൻ ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. ആ മനുഷ്യന് അർജുൻ്റെ അമ്മക്ക് കൊടുത്തൊരു വാക്ക് നിറവേറ്റാൻ വേണ്ടി മാത്രം വന്നതാണ്. അതിനുള്ള സൗകര്യം കൂടിയും ഇവിടെ ഉള്ള ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് പലതും കണ്ടെത്താണ്ട്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തീരുന്ന പ്രശ്നമല്ല. ഇത് ഇപ്പം കണ്ടെത്തിയ ലോകഭാഗം നമ്മളതല്ല അല്ല, ഇതൊരു വാഹനത്തിൻ്റെതാണ്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതൊരു ചെറിയ സ്റ്റയറിംഗ് ആണ്. ഇല്ല അത് ഓർക്ക് ഒരു 800 ഓർക്കൊന്നും അങ്ങനെ ഓരോ സ്കൂട്ടറൊക്കെ അങ്ങനെ മേ ബി ആയിരിക്കാം. എന്തായാലും ഈ ദുരന്തത്തിൽ പോയ കൃത്യമായ ഒരു കണക്ക് ഇപ്പം തന്നതും തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്യില്ല. ഇപ്പം ഇവർ പറഞ്ഞത് ഒരു ടാങ്കറും ഒരു മരത്തിൻ്റെ ലോറിയാണ് ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോയത്. ആ ടാങ്കറിൻ്റെ മുക്കാ ഭാഗവും അവിടെ കയറ്റിയിട്ടിക്കണ്. ജസ്റ്റ് ആ ഒരു ഹെഡ് മാത്രമാണ് കിട്ടാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നമുക്ക് എത്ര വാഹനത്തിന്റെ പാർട്സുകൾ കിട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സ്റ്റെയറിംഗിന്റെ ഭാഗം കണ്ടാൽ ഏത് വാഹനത്തിന് കഴിയണം. അല്ല, ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഇപ്പൊ കിട്ടിയ ടയർ മിക്കവാറും ഒരു അശോക് ലൈലൻഡ് വണ്ടിന്റെ ആണ് ആ ടയറും മറ്റുള്ള ഭാഗവും ആയിരിക്കാം. ടാങ്കറിന് ഇനി എന്തൊക്കെ കിട്ടാണ്ടുള്ളത് അന്വേഷിക്കണം. എന്തായാലും എനിക്ക് ഇതിൽ ദുരൂഹത തോന്നുന്നത്, ഇതുവരെ 4 ഡ്രൈവർമാർ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. 4 ഡ്രൈവർമാരിൽ ഒരു ഡ്രൈവർ നമ്മളതാണെന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ബാക്കി 3 ഡ്രൈവർമാർ, ഒരു ടാങ്കർ ലോറിക്ക് 3 ഡ്രൈവർമാർ എങ്ങനെയാണ് ഉണ്ടാവുക?